ലോകം അങ്ങനെയാണ്. എല്ലാ കാലത്തും അട്ടിമറികൾ ഉണ്ടാകും. വലിയവരെ ചെറിയവർ അട്ടിമറിക്കും. മാളികപ്പുറത്തേറിയ മന്നൻ്റെ തോളിൽ എന്നൊക്കെ പറയാറില്ലേ, എന്നതുപോലെ ലോകത്തെല്ലാ കാലത്തും ഏതെങ്കിലും പാർട്ടിക്കോ ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും ഏകാധിപതിക്കോ ഒന്നും ലോകത്തിൻ്റെ ഒരിടവും എപ്പോഴും തീറ എഴുതി കൊടുത്തിട്ടില്ല. ട്രംപ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റാണ്. ലോകത്തിൻ്റെ സർവാധിപതിയെ പോലെ അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം രാജ്യത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ന്യൂയോർക്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സിറ്റിയുടെ മേയർ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ പാർട്ടി 3-ാം സ്ഥാനത്ത് പോയി. അതും കേവലം 10%, 18% വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് എന്നുള്ളതും ട്രംപിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പറയാറുള്ളത്, അമേരിക്കയിൽ ഇസ്രയേൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തും നടപ്പിലാക്കാൻ കഴിയും എന്നതാണ്. അത് റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റുകൾക്കാണെങ്കിലും ഇവരുടെ പിന്തുണയുള്ള ആളുകൾ വിജയിക്കുക എന്നുള്ളതൊക്കെ പാരമ്പര്യ രാഷ്ട്രീയം അമേരിക്കയിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നാൽ ഇതേ അമേരിക്കയിൽ തന്നെയാണ് ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പരാജയപ്പെടുത്തിയും രണ്ടാമതുള്ള സ്വതന്ത്രനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും ഫലസ്തീൻ അനുകൂലിയുമായ ഇന്ത്യൻ വംശജനുമായ സഹ്റാൻ മംദാനി എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി അവിടെ വിജയിച്ചിരിക്കുന്നു എന്നത് ചരിത്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ വിജയം രേഖപ്പെടുത്തപ്പെടുകയാണ്. ഒന്നാമത് അദ്ദേഹം ഒരു കുടിയേറ്റ അമേരിക്കക്കാരനാണ്. രണ്ടാമത് അദ്ദേഹം ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവായിട്ടുള്ള മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് എന്നുള്ളതാണ്. 34-കാരനായ ഈ മംദാനി നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു, മംദാനി വിജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ട് താൻ തടഞ്ഞു വെക്കും, മംദാനി ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഈ രീതിയിലൊക്കെ വളരെ വലിയ ഭീഷണിയും പ്രസംഗങ്ങളും വാഗ്വാദങ്ങളും കളിയാക്കലുകളും ഫേക്ക് ന്യൂസുകളും ഒക്കെ അദ്ദേഹത്തിനെതിരെ പലപ്പോഴായിട്ട് വന്നിരുന്നു. എന്നാൽ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് മംദാനി എന്ന് പറയുന്ന 34-കാരനായ ഒരു യുവാവ് ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരനെ പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾ എന്നുള്ളത് ന്യൂയോർക്കിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലെയും മംദാനി ടീമിൻ്റെ ക്യാമ്പയിൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ന്യൂയോർക്കിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കൂടിയായിട്ടാണ് ഇപ്പോൾ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ന്യൂയോർക്കിലെ ആദ്യ മുസ്ലിം മേയർ എന്നാണ് മംദാനി, മുസ്ലിം മേയർ എന്നും കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു മേയർ എന്നുമുള്ള പ്രത്യേകത കൂടി മംദാനിയുടെ ഈ വിജയത്തിൻ്റെ പിറകിൽ ഉണ്ട് എന്നുള്ളതാണ്. മത്സരത്തിൽ മംദാനിക്ക് തന്നെയായിരുന്നു കൂടുതൽ വിജയസാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നത്. മത്സരത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ആദ്യം 1% അദ്ദേഹത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത്, പിന്നീട് 18%, 30%, 40%, 50%, ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന ഏകദേശം 53% എന്നാണ് പുറത്തു വന്നിട്ടുള്ള കണക്ക്. അത് ഏറ്റക്കുറച്ചിലുകളൊക്കെ സംഭവിച്ചേക്കാം. ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഇസ്രയേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ വിമർശിച്ചതും ഉൾപ്പെടെയുള്ള നിലപാടുകളുടെ പേരിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തീവ്ര സയനിസ്റ്റ് ജൂത സംഘടനകളും അദ്ദേഹത്തിനെതിരെ കടുത്ത പ്രചാരണം നടത്തുകയും വലിയ തരത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ലോകം ഉറ്റുനോക്കിയ ആ ഒരു തെരഞ്ഞെടുപ്പ് ന്യൂയോർക്കിൽ നടന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കർട്ടിസ് സ്ലിവയും സ്വതന്ത്ര സ്ഥാനാർത്ഥി ആൻഡ്രൂസ് കെമോയുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. മംദാനി 50%-ലധികം വോട്ട് നേടിയപ്പോൾ ആൻഡ്രൂ കോമോ തൊട്ട് പിറകിലെത്തി. 39% അദ്ദേഹത്തിന് ലഭിച്ച വോട്ട്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച കർട്ടിസ് സ്ലിവക്ക് കേവലം 8% മാത്രമേ വോട്ട് നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ്. സ്വന്തം തട്ടകത്തിൽ മത്സരിക്കുന്ന മംദാനിക്കെതിരെ രൂക്ഷ വിമർശനം ട്രംപ് ഉന്നയിച്ച് നിരന്തരം രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പ് കേവലം അമേരിക്കയിൽ മാത്രം നിന്നില്ല, ലോകത്തിൻ്റെ സകല മേഖലകളിലേക്കും അതിൻ്റെ അലയൊലിയുണ്ടായി. വൻ മാധ്യമ ശ്രദ്ധ തന്നെ ആ ഒരു ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിന് കിട്ടി. മംദാനിക്ക് വോട്ട് ചെയ്യുന്ന ജൂതർ വിഡ്ഢികളാണ് എന്ന് വരെ കഴിഞ്ഞ ദിവസം ട്രംപ് പ്രസ്താവിക്കുകയുണ്ടായി. മംദാനി ജൂത വിദ്വേഷിയാണെന്നും അദ്ദേഹം പറഞ്ഞു. മംദാനി ജയിച്ചാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ഫണ്ട് നിർത്തുമെന്നും ആ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിന് പുറമെ ന്യൂജേഴ്സി, വിർജീനിയ, കാലിഫോർണിയ എന്നിവിടങ്ങളിലും വോട്ടെടുപ്പ് നടന്നു. ന്യൂജേഴ്സിയിൽ പോളിംഗ് സ്റ്റേഷന് ബോംബ് ഭീഷണി ഉണ്ടായി എന്ന ഒരു അസാധാരണമായൊരു സംഭവം ഉണ്ടായി. വിർജീനിയയിലും ന്യൂജേഴ്സിയിലും പുതിയ ഗവർണർമാരെ തിരഞ്ഞെടുക്കുവാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മംദാനിയുടെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉന്നയിച്ച ആശയങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നതാണ്. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത് നിത്യജീവിതത്തിലെ ചിലവ് കുറക്കുക എന്നൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രചാരണം ഉണ്ടായത്. ആ ഒരു ആശയത്തിന്
ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ വളരെ വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് അവിടെ ലഭിച്ചു എന്നുള്ളതാണ്. ന്യൂയോർക്ക് നഗരത്തിൽ 3,50,000 മില്യണർമാരും 123 ശതകോടീശ്വരന്മാരും ഉണ്ട് എന്നാണ് ഇവരുടെ ടീം എടുത്തൊരു കണക്കുണ്ടായിരുന്നത്. എന്നാൽ നഗരത്തിലെ ജനസംഖ്യയുടെ 1/4 നിത്യജീവിതം തള്ളി നീക്കുന്നതിനായി കഷ്ടപ്പെടുന്നവരാണ് എന്നാണ് ഇവർ കണ്ടെത്തിയത്. ഇവരെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം വളരെ ജനകീയമായി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ക്യാമ്പയിനിൽ മറ്റ് എതിരാളികളെയൊക്കെ പിന്നിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരാൻ സാധിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. 4 പേരടങ്ങുന്ന ഒരു കുടുംബം, അദ്ദേഹത്തിൻ്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്, 4 പേരടങ്ങുന്ന ഒരു കുടുംബം പ്രതിവർഷം $47,000 അതിൽ കുറവോ കൊണ്ടാണ് ജീവിക്കുന്നത്. ഏകദേശം 20 ലക്ഷം ആളുകൾ അപ്പാർട്ട്മെൻറ്റുകളും ഫ്ലാറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നുണ്ട്. ഇവരുടെ 4 വർഷത്തെ വാടക മംദാനി ടീം മരവിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മരവിപ്പിക്കും എന്നുള്ള ഒരു ക്യാമ്പയിനാണ് അദ്ദേഹം നടത്തിയത്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അത്തരത്തിലുള്ള $47,000 കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് വലിയ പണം മിച്ചം വരുത്താൻ സാധിക്കും. കാരണം ഈ 47,000-ൽ നല്ലൊരു ശതമാനവും ഈ ഫ്ലാറ്റ് ജീവിതത്തിൻ്റെ വാടകയ്ക്കും മറ്റുമൊക്കെയാണ് ഇവർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ആ പണം മംദാനി ടീം ഒഴിവാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരു ആക്ടിവിറ്റി കൊണ്ടുവരാൻ അവർക്ക് ആ ഒരു പണം മിച്ചമാക്കി വെക്കുവാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കി. കൂടാതെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ശിശു സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് മറ്റൊരു തീരുമാനമുണ്ടായത്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും അതിന് പ്രത്യേക പാക്കേജുകളും പദ്ധതികളും ഒക്കെ കൊണ്ടുവരുന്നു. ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കാര്യമാണ്. ഇത് ജോലി ചെയ്തു വരുന്ന കുടുംബത്തിന് ഏറെ സഹായകമായി എന്നുള്ളതാണ്. ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തി നമ്മുടെ ബാംഗ്ലൂരുവിലും ഡൽഹിയിലുമൊക്കെ കെജ്രിവാളും ഇപ്പോൾ കോൺഗ്രസ് സർക്കാരും ഒക്കെ ചെയ്തതുപോലെയുള്ള മറ്റൊരു പദ്ധതി ഇവർ ഏർപ്പെടുത്തുകയാണ്. മറ്റൊരു പദ്ധതിയാണ് ഭക്ഷ്യവില കുറയ്ക്കൽ. ഓരോ ബറോയിലും ഒരു സർക്കാർ നടത്തുന്ന ഗ്രോസറി സ്റ്റോർ സ്ഥാപിക്കുക എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. വലിയ ഓഫറുകൾ നൽകിക്കൊണ്ടുള്ള സ്റ്റോറുകൾ തന്നെ ഓരോ ബറോയിലും വരും എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. 2030 ന്യൂയോർക്കിലെ മിനിമം വേതനം മണിക്കൂറിൽ 30 ആക്കുക എന്ന ഒരു പദ്ധതിയാണ് അടുത്ത ഒരു വളരെ ആകർഷകമായ പദ്ധതി. നിലവിൽ അത് 16, 18, 20 ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇത് ഒരു മണിക്കൂറിൽ 30 ജോലി ചെയ്യുന്ന ഒരാൾക്ക് $30 ആക്കുക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വരുമാനം കൂടുക എന്നൊരാശയത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ വലിയ ജനസ്വീകാര്യത വരുന്നു. മറ്റൊന്നാണ് ഗ്രീൻ സ്കൂൾ പദ്ധതികൾ. 500 പബ്ലിക് സ്കൂളുകളിൽ സോളാർ പാനലുകളും ഗ്രീൻ സ്പേസുകളും സ്ഥാപിക്കുക, ക്ലൈമറ്റ് റെസിലിയൻസ് ഹബ്ബുകൾ ഉണ്ടാക്കുക തുടങ്ങിയ ജനകീയമായ നിരവധി പദ്ധതികൾ മംദാനി നടപ്പിലാക്കുകയാണ്. ഇതെല്ലാം പ്രചരിപ്പിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ നടത്തുന്നതിനുമായി ആദ്യം മംദാനിയുടെ ടീമിൽ 30,000 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇതിൻ്റെ സ്വീകാര്യതയും മംദാനിക്ക് കിട്ടിയ പിന്തുണയും ഒക്കെ കണക്കിലെടുത്ത് 50,000 പേരുടെ വലിയൊരു വോളണ്ടിയർ ടീമിനെ തന്നെ അദ്ദേഹം തയ്യാറാക്കി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മംദാനിക്ക് 34 വയസ്സാണുള്ളത്. മംദാനി ഒരു യുവാവാണ്. അതേപോലെ തന്നെ മംദാനിയുടെ ടീം പ്രചാരണ രംഗത്തുണ്ടായിരുന്നവരിൽ അധികം ആളുകളും അല്ലെങ്കിൽ സ്റ്റാർ ക്യാമ്പയിനർമാർ എല്ലാം യൂത്തായിരുന്നു. കോളേജ് സ്റ്റുഡൻസുകൾ, അതുപോലെ തന്നെ ടെക്കികൾ അടക്കമുള്ള ആളുകൾ. ഇവർ ഈ ന്യൂയോർക്കിലെ വോട്ടർമാർക്കിടയിലേക്ക് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങുമ്പോൾ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അവരിലുള്ള ഒരു ആവേശവും അവരുടെ ആശയവും ഒക്കെ പ്രായഭേദമന്യേ ന്യൂയോർക്കിലെ ആളുകൾക്ക് അത് സ്വീകാര്യമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇത് അമേരിക്കയിൽ മാറ്റത്തിൻ്റെ ഒരു സൂചന തന്നെ ഉണ്ടാക്കുമെന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ 50,000 ക്യാമ്പയിനർമാരെ മുൻനിർത്തിക്കൊണ്ട് മംദാനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഓരോ ക്യാമ്പയിനുകളും ഒരു രീതിയിലായിരുന്നെങ്കിൽ രണ്ടാമത്തത് മറ്റൊരു, അങ്ങനെ വ്യത്യസ്തമായ ക്യാമ്പയിന് കൊടുത്ത് അമേരിക്ക ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടും ഒക്കെ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. രാഷ്ട്രീയ പ്രചാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി മംദാനിയേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളായിരുന്നു ഈ ക്യാമ്പയിനർമാരായി ഉണ്ടായിരുന്നതെന്നുകൊണ്ട് ആളുകളുടെ എല്ലാവരുടെയും ഒരു സ്വീകാര്യതയും സംസാരവും അവർക്ക് പിന്തുണയും ഒക്കെ കിട്ടി. ഇതിനെ അത്ഭുതത്തോടു കൂടിയാണ് അമേരിക്കക്കാർ വിലയിരുത്തിയത്. ന്യൂയോർക്കിലെ 40% കുടിയേറ്റക്കാരോ ദക്ഷിണേന്ത്യൻ വംശജരോ ഒക്കെയാണ്. അവരുടെ നിരന്തര പിന്തുണ ലഭിച്ചു. ഫലസ്തീൻ അനുകൂലികളുടെ പിന്തുണ ലഭിച്ചു. ജൂത വിഭാഗത്തിൽ തന്നെ ഇസ്രായേലിനെ എതിർക്കുന്ന ആളുകളുടെ പിന്തുണ ലഭിച്ചു.
ഇസ്രയേലിന് ജൂത വിഭാഗത്തിൽ പെടാത്ത പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള ആളുകളുടെ പിന്തുണ ലഭിച്ചു. എവരെയും ആകർഷിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകൾ അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. മംദാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മംദാനിയുടെ പ്രസംഗമാവട്ടെ, മംദാനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാവട്ടെ, അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, മീമുകൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഇതൊക്കെ വൈറലാണ്. അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടാൽ അത് വൈറലാണ്. അത് ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ, ട്രൂത്ത് സോഷ്യലിലാണെങ്കിലും എക്സിലാണെങ്കിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിലാണെങ്കിലും എന്തൊക്കെ മാധ്യമങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അത്തരത്തിലുള്ള മാധ്യമങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെത് അദ്ദേഹം എന്ത് പറയുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മംദാനിക്കെതിരെ ട്രംപ് ഒരു ആരോപണം ഉന്നയിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ട്രംപിൻ്റെ ആരോപണം കേൾക്കാനല്ല ഇരിക്കുന്നത്, മറിച്ച് മംദാനി അതിനെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്. കാരണം മംദാനി പ്രതികരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഹിറ്റാകുമെന്ന് അവർക്കറിയാം. അത്തരത്തിൽ ആരോപണങ്ങളെ തനിക്ക് അനുകൂലമാക്കാൻ കഴിയുന്ന പ്രത്യേക കഴിവും അതോടൊപ്പം തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ, അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഇതൊക്കെ ആളുകൾ ഹഠാത് ആകർഷിച്ചു. അതും വലിയ അനുകൂല ഘടകമായി എന്നുള്ളതാണ്. മംദാനിയെ പരാജയപ്പെടുത്താൻ കൊണ്ട ശ്രമങ്ങൾ അമേരിക്കൻ, ഇസ്രയേൽ ജൂത ലോബികൾ കൈക്കൊണ്ടു. ഫലസ്തീൻ വിഷയത്തിൽ ഗസക്കൊപ്പം ശക്തമായി മംദാനി നിലകൊണ്ടു. ഇസ്രയേൽ ഈ ഘട്ടത്തിൽ അമേരിക്കയിലുള്ള എതിർപ്പിനെ സമർത്ഥമായി ഉപയോഗിച്ചു എന്നുള്ളതും. അതുകൊണ്ട് തന്നെ സെമിറ്റിക് മതങ്ങൾക്ക് എതിരെയുള്ള ആളാണ് മംദാനി, മതഭ്രാന്തനാണ് മംദാനി എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടി വന്നു. ഏതായിരുന്നാലും ട്രംപുമായുള്ള നിരന്തര കൊമ്പ് കോർക്കലിനൊടുവിൽ മംദാനി പക്ഷം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വിജയം ന്യൂയോർക്കിന്റെ മാത്രം വിജയമല്ല, ഒരുപക്ഷെ ബൈഡന് ശേഷം ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്നും ഉയർന്നു വരുന്ന പുതിയൊരു ലീഡറായി പോലും ന്യൂയോർക്ക് മേയർ പദവി മംദാനിയെ മാറ്റിയേക്കാം. ഏതായാലും ഫലം വന്നിരിക്കുന്നു, മംദാനി വിജയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങൾ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. ഇനി ട്രംപിൻ്റെ പ്രതികരണം എന്താകും? ഇനി ഫെഡറൽ ഫണ്ട് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മംദാനിക്ക് സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ? അല്ലെങ്കിൽ ട്രംപ് പതിവ് പോലെ തന്നെ പറഞ്ഞ വാക്ക് വിഴുങ്ങി മംദാനി അഭിനന്ദിക്കാൻ മുന്നോട്ട് വരുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായിരുന്നാലും മംദാനി വിജയിച്ചിരിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.